അപ്പോൾ ഗൈസ് നമ്മുടെ അമ്പലത്തിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ചെറിയൊരു പടുക്ക എടുക്കാൻ വന്നിരിക്കുകയാണ്. ചെറിയൊരു ഫോട്ടോഷൂട്ടിന് കല്യാണം അല്ലേ? ഓക്കെ സോറി ഞാൻ മാറ്ററിൽ നിന്ന് തെന്നി മാറിപ്പോയി. ഹേ സുഹൃത്തുക്കളെ, നമസ്കാരം. നന്മയുടെയും സമത്വത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മറ്റൊരു ഓണം വന്നെത്തിയിരിക്കുകയാണ്. ഫ്രിഡ്ജുകൾക്ക് റെസ്റ്റില്ലാത്ത മറ്റൊരു ഓണം വന്നെത്തിയിരിക്കുകയാണ്. പൂവിളികളും പുതുവസ്ത്രങ്ങളും അണിഞ്ഞ് മാവേലി തമ്പുരാനെ വരവേൽക്കാനുള്ള ഒരു ഓണം എത്തിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും തിരുവോണ ദിന ആശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങട്ടെ. ഞാനൊക്കെ ഒരുവിധം ഞാനൊക്കെ എന്നല്ല, ഒട്ടുമിക്ക എല്ലാവരും ആഘോഷിക്കുന്നത് തിരുവോണ ദിനമായിരിക്കും മെയിനായിട്ട്. ഞാൻ ഇതുവരെയായിട്ട് മുടക്കം വരാത്തൊരു, എനിക്ക് തോന്നുന്നു മുടക്കം വരുത്താത്തത് ഇന്നത്തെ ദിവസം അമ്പലത്തിൽ പോകുന്നതാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാ സുഹൃത്തുക്കളും ചേർന്ന് രാവിലെ കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മുണ്ട് കൊടുത്ത് നേരെ അമ്പലത്തിലേക്ക് ചെല്ലുന്നതാണ് ഏറ്റവും ആദ്യത്തെ ചടങ്ങെന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് കാപ്പിയും കുടിച്ചിട്ട് ഇറങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയി കുറച്ച് പടുക്കയൊക്കെ എടുത്തിട്ട് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് സദ്യ റെഡിയാകും. സദ്യ റെഡിയാകുമ്പോൾ നേരെ വീട്ടിൽ കയറി വരും, ഒരു സദ്യ അടിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ചെറിയ മയക്കം ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ വീണ്ടും അടുത്ത പടുക്ക എടുക്കാൻ വേണ്ടി പോകും. പടുക്ക എടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ചില നാട്ടിലൊക്കെ ഈ പറയ്ക്ക് എഴുന്നള്ളത്ത് അങ്ങനെയൊക്കെ കേട്ടില്ലേ? എഴുന്നള്ളത്തി അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളത്ത് തരത്തില്ല, എല്ലാ വീട്ടിലും കയറി അങ്ങനെ പോകത്തില്ലേ? അതേപോലെ ഞങ്ങൾ പരിചയക്കാരുടെ വീട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കൈയൊക്കെ കാണിച്ച് കുറേ നേരം പരിചയം പുതുക്കി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് പിന്നെ അടുത്ത വീട്ടിലോട്ട് പോയി അങ്ങനെ അതിന് പടുക്കെടുത്ത് പോകുക എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ തിരുവോണ ദിന വിശേഷങ്ങൾ. പിന്നെ വൈകുന്നേരം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകും. ഇതൊക്കെയാണ് പൊതുവായിട്ട് തിരുവോണ ദിനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മേ ബി ഇന്നും അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും തിരുവോണ ദിന ആശംസകൾ നേരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് കുളിച്ച് എൻ്റെ പുതിയ ഓണക്കോടിയും കൊടുത്ത് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ കുളിച്ചൊരുങ്ങിയിട്ടുണ്ട്. എൻ്റെ ഓണക്കോടി ഞാനൊന്ന് കാണിച്ചു തരാം, കണ്ണാടി കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഓണക്കോടി. ഇത് ഇത്തിരി ടഫ് ടാസ്ക് ആയിരുന്നു, കുറേ നേരം പാടുപെട്ടാണ് ഇതിങ്ങനെ ഒന്ന് കൊടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇതിനകത്ത് തന്നെ കഥകളിയുണ്ട്, ചെണ്ടയുണ്ട്, ആനയുണ്ട്, പിന്നെ വള്ളംകളിയുണ്ട്, പിന്നെ ഇങ്ങനെ എന്തൊക്കെ പല സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ ടച്ചുള്ള അത്യാവശ്യം നല്ല ഒരു ഷർട്ടല്ലേ, ഹാഫ് സ്ലീവാണ്. പിന്നെ എൻ്റെ കൂടെ ഒരു കസവ് മുണ്ട് കൊടുത്ത് സെറ്റപ്പ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നേരെ കാപ്പിയും കുടിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ചടങ്ങിലേക്ക് കിടക്കാം. ഏത് അമ്പലത്തിലൊക്കെ പോയി പടുക്കെടുക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് പോവാം. അതിനുശേഷം ഇന്ന് വേറൊരു സന്തോഷ വാർത്ത കൂടെയുണ്ട്. ഇന്ന് മൈ ഫിയാൻസി ബാക്ക് ടു നാട്ടിലേക്ക് കാലുകുത്തുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം തിരിച്ചെത്തും. സോ ഇന്ന് റിസീവ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഒരു സന്തോഷ വാർത്ത കൂടെ നിങ്ങൾ അറിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, ഇവിടെ കാപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ ഇതാണ്ട് ഇലയൊക്കെ റെഡിയാക്കുന്നു സദ്യക്കുള്ളത്. അച്ഛാ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓക്കെ മാളു, എന്താണ് പരിപാടി? വെളുത്തുള്ളി അരിയുന്നു സദ്യക്കുള്ളത്. അപ്പോൾ ഹാപ്പി ഓണം. അമ്മ എന്താണ് പരിപാടി? തോരൻ വയ്ക്കുന്നു. ഓക്കെ, ഹാപ്പി ഓണം. ഓക്കെ, അപ്പോൾ ഇനി നേരെ കാപ്പി കുടിച്ചിട്ട് ലക്കി ഹാപ്പി ഓണം. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ കാപ്പി, ഇഡലിയും സാമ്പാറും. ഈ ഇഡലിയും സാമ്പാർ വെച്ചതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് ഇതേ സാധനം എടുത്ത് തന്നെ നമുക്ക് ഈ സാമ്പാർ സദ്യയിലും യൂസ് ചെയ്യാം. അപ്പം കറി വേസ്റ്റ് ആവത്തുമില്ല, ഫ്രിഡ്ജിന് കുറച്ച് റെസ്റ്റും കിട്ടും. കൊള്ളാം ഗൈസ്, ഇതാണ് നമ്മളുടെ അമ്പലം ഗ്യാങ്, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ബെൽറ്റ്. ഞങ്ങളിവിടെ അമ്പലത്തിൽ വരുന്നത് തൊഴാനല്ല, അല്ല വേറെ കളക്ഷൻ എടുക്കാൻ എന്ന് ശത്രുക്കൾ പറയുന്നുണ്ട്. അതിനോട് എന്താണ് കിഷോറിന് പറയാനുള്ളത്? കിഷോർ പറയണ. കിഷോർ, അതിനൊന്നും നിനക്കെന്താണ് അഭിപ്രായം അതിൽ? അതല്ല, നമ്മൾ അമ്പലത്തിൽ തിരുവോണ ദിവസം വരുന്നത് തൊഴുവാനല്ല, പകരം കളക്ഷൻ എടുക്കാനാണെന്ന് ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. എന്താണ് എല്ലാ തിരുവോണത്തിനും വരുന്നുണ്ട്? ഇല്ലല്ലോ, വേറൊരു ദിവസം നമ്മൾ വരുന്നതും ഇല്ല. അതെന്താ? വേറെ ഏത് ദിവസമാണ് താങ്കൾ ലാസ്റ്റ് ആയിട്ട് വന്ന് തന്നെ? ഓക്കെ തന്നെയല്ലേ? ഓക്കെ, ഇനി അകത്ത് അമ്പലത്തിൻ്റെ അകത്ത് അലോഡല്ല, എന്നാലും ഇതിനകത്തുള്ള കുറച്ച് നല്ല അത്തപ്പൂക്കളൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഒരു ഡ്രോൺ കൊണ്ടുവന്ന് എടുക്കണമായിരുന്നു. നമ്മൾ മെയിനായിട്ട് ഈ അമ്പലത്തിൽ വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇത്രയും വലിയ അത്തമൊക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലേടാ? അല്ല, വേറെ ഉദ്ദേശമൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ ക്രൗഡൊന്നും ഉള്ളതുകൊണ്ടല്ലല്ലോ അല്ലേ? അല്ലല്ലോ. അപ്പോൾ ഗൈസ്, നമ്മുടെ അമ്പലത്തിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ചെറിയൊരു പടുക്ക എടുക്കാൻ വന്നിരിക്കുകയാണ്. ചെറിയൊരു ഫോട്ടോഷൂട്ടിന് കല്യാണം അല്ലേ? ഓക്കെ സോറി ഞാൻ മാറ്ററിൽ നിന്ന് തെന്നി മാറിപ്പോയി. അതല്ലേ ഞാൻ ഇപ്പുറത്തിരുന്നത്.
അല്ലെങ്കിലേ കുറച്ചുകൂടി ഇങ്ങോട്ട് ഇറങ്ങി ഇത് കിട്ടൂലേ എൻ്റെ പോസ് പോകുന്നു പെട്ടെന്ന് പറയുമ്പോൾ ക്ലിക്ക് അടിക്കുമ്പോൾ പറയണം ഞാൻ ഒന്ന് നല്ല ചിരി കിട്ടി തരാം പോസ് ഒരു കൈ ഇതാ എൻ്റെ പോസാ അത് എടേ എൻ്റെ പോസ് അടിച്ചു എടേ അത് എടുക്കല്ലടാ അടേ പോസെങ്കിലും ഒന്ന് മാറ്ററാ ഒരാളൊരു പോസ് ഇട്ട് കഴിഞ്ഞാൽ അത് അതേപോലെ എടുത്തോണേ നല്ല ഫ്രെയിമായിരുന്നു നടക്കുന്ന അരുൺ തെരുവിൻ്റെ വീതിയിൽ നടക്കട്ടെ അല്ല ഫോട്ടോ പോസാണ് തെരുവിൻ്റെ വീതിയിലൂടെ വരട്ടെ തെരുവിൻ്റെ വീതിയിലൂടെ നടക്കുന്ന അരുൺ ഇത്രയും നേരം വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് ഗോപകുമാർ നായറിന് ഒത്തിരി നന്ദി കൃത്യം ഊണിൻ്റെ സമയമായപ്പോൾ തന്നെ സദ്യയുടെ സമയമായപ്പോൾ തന്നെ ഞാൻ വീടെത്തിയിരിക്കുകയാണ് നമുക്ക് ഓരോന്ന് നോക്കാം ഓഹോ കൊള്ളാലോ കോസ്റ്റ്യൂംസ് ഇത് എപ്പോൾ റെഡിയാക്കിയത് ഞാൻ തന്നെ മറ്റേ ഫ്ലയേർഡ് ആയിട്ട് നിൽക്കാനല്ലേ ഓഹോ നമുക്ക് അറിയാടേ കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് നല്ല ഡ്രസ്സ് എന്തായി സദ്യ എന്തിനായി അച്ഛൻ എന്തിട്ട് വേറെ ഡ്രസ്സ് പുതിയ ഡ്രസ്സ് ഇല്ലാത്ത പിന്നെ മാള് പിന്നെ എവിടെയാണ് നിൽക്കണത് വീട്ടിൽ നമ്മുടെ സദ്യ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതാ 4 പേർക്കും വിളമ്പി എല്ലാ എന്താ കറികളും ചോറും എല്ലാ സാധനങ്ങളും ഇത് പായസവും അടാ ഒക്കെ ബോളി തിരുവനന്തപുരത്ത് ബോളിയും പായസം എന്ന് വെച്ചാൽ മെയിൻ സാധനമാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ സദ്യ തുടങ്ങാം ഉടനെ തുടങ്ങി വയൽ വെച്ച് കഴിഞ്ഞു അവിടെയും തുടങ്ങി അവള് ഫസ്റ്റ് ഉരുള തുടങ്ങിക്കോ സദ്യയും പായസവും എല്ലാം കഴിച്ചു കഴിഞ്ഞു അടാ അവളെങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ഇലയൊക്കെ തൂത്ത് തുടച്ചു വെച്ചിരിക്കണം ഇതിപ്പോ അടുത്ത വർഷത്തേക്ക് ഈ ഇല എടുക്കാനല്ല റീയൂസബിൾ ആണോ എല്ലാം ആവശ്യത്തിന് വിളമ്പി എല്ലാം കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട് സൂപ്പർ സദ്യയായിരുന്നു ഇനി അടുത്തത് ഒരു നല്ലൊരു മയക്കം നല്ല ക്ഷീണം പായസമൊക്കെ കുടിച്ച് മത്തടിച്ച് കിറങ്ങിയിരിക്കണം എൻ്റെ ഗൈസ് ഒട്ടും വയ്യെന്ന് പറഞ്ഞാൽ ആ ഒരു മന്ദാരം മാറുന്നില്ല ഇപ്പം ഈ ഒരു വീഡിയോയിലെ ഈ ഒരു ഭാഗം തൊട്ട് കാണുന്ന ഏതൊരാളും പറയും ചെറുക്കം അടിച്ച് കോണ് തെറ്റി വീല് തെറ്റി ഇരിക്കുകയാണ് അപ്പം ഭയങ്കര അടി മാട്ടടി കവട്ട എന്നൊക്കെ പറയും പക്ഷേ അതൊന്നുമല്ല സംഭവം നല്ലൊരു സദ്യയും കഴിച്ച് നല്ലൊരു പായസവും കുടിച്ച് അതിൻ്റെ മത്ത് കയറി ആ ഒരു മന്ദാരപ്പിടുത്തത്തിൽ നിൽക്കുകയാണ് കുറേ നേരം കിടന്ന് ഉറങ്ങി എണീറ്റ് ഇപ്പോഴും അത് മാറുന്നില്ല എന്തായാലും അതൊക്കെ പോട്ടെ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ പറഞ്ഞില്ലേ മൈ ഫിയാൻസി ബാക്ക് ടു കേരള തിരിച്ചു വരുന്നു എന്നുള്ളത് സോ പുള്ളിക്കാരി ഒന്ന് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോകണം ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഓൺ ടൈമാണ് സോ ഇതുവഴി ഏതെങ്കിലും വഴി വരുമായിരിക്കും ഞാൻ ഇങ്ങനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പൂവൊക്കെ പിടിച്ച് ഒരു പൂവാലിനെ പോലെ നിൽപ്പുണ്ട് നോക്കടേ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പൂവാലിനെ പോലെ തോന്നുന്നുണ്ടോ നോക്ക് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ വേഗം പറ ആറ്റിറ്റ്യൂഡ് മാറ്റാനാണ് ഇല്ലല്ലേ കുഴപ്പമില്ലല്ലേ ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു സെറ്റപ്പാണ് തിരുവോണമൊക്കെ ആയതുകൊണ്ട് ചെറിയ 2 റോസൊക്കെ എടുത്ത് വളച്ചൊടിച്ച് ഒരു ചെറിയ ബൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കാം അല്ലേ ഹായ് മാലിനി പണ്ടാരൊക്കെ നീ അവളോ ആയത് എങ്ങനെ കൊടുക്കണോടെ മുട്ട കുത്തണം ഇവിടെ എത്ര ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ ഈശ്വര എന്ത് ചെയ്യും വേണ്ട മുട്ടൊക്കെ തേഞ്ഞിരിക്കുന്നു ഇങ്ങനെ ജസ്റ്റ് ശരിയാണല്ലേ എന്തിനാ ഇതിൻ്റെ അടി കൂടെ കൊടുക്കണേ അതുവഴി വിളിച്ചു വരില്ല ഈ ഇൻട്രോവേർട്ടുകളൊക്കെ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലുള്ള അധികം ആൾക്കാരില്ലേ അതുകൊണ്ടോ എല്ലാവരും ഇങ്ങനെ വായുമ്പോളം ആൾക്കാർ നോക്കുമെന്ന് വെച്ചിട്ട് തൽക്കാലം നമുക്കിത് കൊടുക്കാതിരുന്നാലും കാറിൽ വെച്ച് കൊടുക്കാം അതാകുമ്പോൾ ആരും കാണൂല യെസ് ടെൻഷൻ ഇതുവഴി വരും കേട്ടോ ഇപ്പോൾ വരും നോക്കിയോ മറ്റേ റീൽസിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ വഴി വന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ കിടി പിടിക്കുക അല്ലേ നല്ല രസമായിരിക്കും അല്ലേ അയ്യോ ഗൈസ് അവിടെ വന്നിട്ടുണ്ട് ഗൈസ് വന്നു ഹലോ വെൽക്കം ബാക്ക് ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു യാത്ര ഫൈനലി ഷീ ഈസ് ബാക്ക്
സോറി ഇത് കൊട്ടു. ഓക്കെ ഹാപ്പി അല്ലേ? പിന്നെ എങ്ങനെ പോയാലോ? ആ അത് എളിമ ഉണ്ട്, വളരെ എളിമ ഉണ്ട്. എന്തോ കളിയാക്കാത്ത പൊടി. നിന്നെ വിളിക്കാനും വന്നില്ലേ? വന്നാ വീഡിയോ കാണാറുണ്ട്. ഹായ് ഇറ്റലിയിൽ നിന്ന് വരുവാണ്. നിൽക്കുന്നു. ലൈഫിലെ മൊമെന്റ് ആണ്. പേരെന്താ? രാഹുൽ. രാഹുൽ. ഇപ്പൊ ഇറ്റലിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? കണ്ടതിന് സന്തോഷം. ഭയങ്കര ശരി. അങ്ങനെ സുഹൃത്തുക്കളെ, അവസാനം അവൾ എത്തിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെയോ പുതിയ പുതിയ വലിയ വിശേഷങ്ങൾ സംഭവിക്കാനിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്. ഓ ഇതിൽ തൊണ്ടയിൽ ശബ്ദമുണ്ട്. പാടിപ്പോയല്ലേ ഉച്ചയ്ക്ക് മേടിച്ചത്? രണ്ടെണ്ണം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരെണ്ണം മതിയെന്ന് ഞാൻ പറഞ്ഞതാ. അത് ചോപ്പ് ചോദിച്ചു. ചോപ്പൊക്കെ വാടിയിരിക്കുന്നു. ചോപ്പ് വാടി. ബെസ്റ്റ് ചേച്ചിക്ക് അല്ല അനിയത്തിക്ക് പറ്റിയ ചേച്ചി. എയർപോർട്ട് മെറ്റീരിയൽസ് വല്ല കംപ്ലൈന്റ് ആക്കി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അത് വലിച്ചേറ്റിക്കൊടും. അല്ല തള്ളി കയറ്റിക്കൊടും. എടി ചുമ്മരി ആ സെക്യൂരിറ്റി വഴക്ക് പറയും. എടി പെണ്ണെ നാണം കെടുത്തോടെ. തട്ടിയടിച്ച് വീണ് കഴിഞ്ഞാൽ ഒരു രസവും കാണത്തില്ല കേട്ടല്ലേ. പെണ്ണെ ഇറങ്ങാം, അങ്ങോട്ട് ഇറക്കോണ് മാളു. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ സേഫായിട്ട് ആളെ വീട്ടിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പോവില്ലേ? വീട്ടുകാരെ വിളിച്ചനുപ്പിക്കുന്നോ? വീട്ടുകാരെ വിളിച്ചനുപ്പിക്കുന്നോ? അപ്പോൾ ലഗേജൊക്കെ ഇവിടെ അൺലോഡ് ചെയ്താൽ മതി. അത് വീട്ടിനകത്ത് ഇറക്കിക്കണം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ പല അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.